മുളക് പൊടിയിൽ നിറം ചേർത്തതിനെ പറ്റിയുള്ള ഒരു പരീക്ഷണമാണ്. സുഹൃത്തുക്കളെ നമസ്കാരം, സുരേഷ് ശിവഗിരിയാണ്. കറി പൗഡറൊക്കെ വിപണിയിൽ നമ്മൾ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ കാശ്മീരി മുളക് പൊടി കടകളിൽ നിന്ന് വാങ്ങിച്ചത് 2 ബ്രാൻഡ് എൻ്റെ ഇരിപ്പുണ്ട്. നല്ല പേരുകേട്ട 2 ബ്രാൻഡാണ്. ബ്രാൻഡ് 1ഉം ബ്രാൻഡ് 2 എന്നുള്ള പേര് ഞാൻ പറയുന്നില്ല. പിന്നുള്ളത് നമ്മൾ വിപണി വഴി നമ്മൾ തന്നെ കാശ്മീരി മുളക് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട്, കായംകുളത്താണ് വാങ്ങിക്കുന്നത്, വലിയ കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അത് കഴുകി വിനാഗിരിയിലും കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി ഉണക്കി വെയിലുള്ളപ്പം വെയിലത്തും അല്ലെങ്കിൽ ഡ്രയറിനകത്ത് ഉണക്കി പൊടിച്ച് ശുദ്ധമായ പൊടി നമ്മൾ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ട്, വിപണി വഴി എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണം നടത്താൻ പോകുന്നത്, അത് വെള്ളത്തിൽ ഇടുമ്പോൾ അതിൻ്റെ കളറ്, അത് മുളക് പൊടി കളർ കൂട്ടാൻ വേണ്ടി റെഡ് ഓക്സൈഡും സുഡാൻ എന്ന് പറയുന്ന മാരകമായ രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ട്. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കലങ്ങും, വെള്ളത്തിൽ നിറം വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ വെള്ളം ഏകദേശം ഒരു മഞ്ഞ നിറമായിട്ടിരിക്കും, അല്ലെങ്കിൽ ശുദ്ധജലത്തിൻ്റെ നിറത്തിൽ തന്നെ ഏകദേശം വെള്ളത്തിൻ്റെ നിറം നമുക്ക് നോക്കിയാൽ അറിയാം. കളറ് കൂടിയ വെള്ളം ഏതാണ്, കളറ് കൂടി നിൽക്കുന്ന മുളക് പൊടി ഇട്ട് കഴിയുമ്പോൾ കളറ് കൂടി നിൽക്കുന്നതാണ് വിഷാംശമുള്ള മുളക് പൊടി, അല്ലാത്തത് കളർ കുറഞ്ഞിരിക്കുന്നത് സാധാരണ മുളക് പൊടി. മുളകിൻ്റെതായ ഒരു കളറ് വെള്ളത്തിനുണ്ടാവും. ഓക്കെ, നമുക്ക് പരീക്ഷണം തുടങ്ങാം. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ 3 ഗ്ലാസ്സിനകത്തും ഒരേപോലെ ഞാൻ കുറച്ച് ശുദ്ധജലം ഒഴിക്കുകയാണ്. ഒരേപോലെയാണ് ശുദ്ധജലം ഒഴിക്കുന്നത്. ഒരേ വെള്ളം തന്നെ ഒഴിക്കുകയാണ്, ഒരേ അളവിൽ ഒഴിക്കുന്നു. ആദ്യം നമുക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു ബ്രാൻഡ് മുളക്, ഒരു ബ്രാൻഡ് കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ബ്രാൻഡാണിത്. അത് ഞാൻ പ്രത്യേകിച്ച് ഇതിനകത്ത് പേരൊന്നും പറയുന്നില്ല. 7 സ്പൂണും കൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു ബ്രാൻഡ് ഇത്ര എടുത്തിട്ട് ഇത് ഞാൻ ബ്രാൻഡ് 1 ഇടുകയാണ്. അപ്പോൾ താഴേക്ക് പോകുന്നത് കാണാം. ബ്രാൻഡ് 1 ഇട്ടു. ഇതൊന്ന് കഴുകി ഞാൻ ഈ സ്പൂണൊന്ന് കഴുകുന്നു. അടുത്ത ബ്രാൻഡ് എടുക്കുകയാണ് ബ്രാൻഡ് 2. ഇത് ഞാൻ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്, കവർ കാണാതിരിക്കാനായിട്ട്. പേരൊന്നും ഞാൻ കാണിക്കുന്നില്ല. അത് ഞാനിവിടെ ഇട്ടു. വീണ്ടും ഞാൻ ഇത് കഴുകുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുളക് പൊടി, നമ്മുടെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന മുളക് പൊടിയാണിത്. ഇതാണ് നമ്മുടെ വിൽപ്പനയ്ക്കുള്ള ബ്ലെൻഡ്സിൻ്റെ സുരേഷ് ശിവഗിരി വിൽക്കുന്ന മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഇത് ഞാൻ ഇട്ട് നോക്കാം. ഇത് ഞാൻ എൻ്റെ ലേബലുണ്ട്, ആ ലേബലിൽ ഉള്ള കുപ്പിയിലേക്ക് ഇടുകയാണ്, വെള്ളത്തിലേക്ക് ഇടുകയാണ്. മുളക് പൊടി 3ൻ്റെയും നിറവ്യത്യാസം, വെള്ളത്തിലുണ്ടാകുന്ന നിറവ്യത്യാസം നിങ്ങൾ നോക്കുക. ഏതിനാണ് നിറവ്യത്യാസം ഉണ്ടാകുന്നത്? മുളക് 3ഉം താഴേക്ക് ചിലത് താഴുന്നുണ്ട്, ചിലത് പൊങ്ങിക്കിടക്കുന്നുണ്ട്. അത് മുളകിനകത്ത് ചെറിയ ബബിൾസ് ഉണ്ടാവും, അതുകൊണ്ടാണ് പൊങ്ങിക്കിടക്കുന്നത്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഓരോന്നും ആ ഓർഡറിൽ തന്നെ, ഇട്ട ഓർഡറിൽ തന്നെ ഒന്ന് മുകൾവശം മാത്രം ഒന്ന് അനങ്ങി കൊടുക്കാം. ഓരോ പ്രാവശ്യം ഇട്ടിട്ട് ഞാൻ സ്പൂൺ കഴുകണം, അല്ലെങ്കിൽ അതിനകത്തെ അംശം വല്ലതും ഉണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ, അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ 3-നകത്തും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതിൽ ആദ്യം ഇട്ട ഇതാണ്, അതിനകത്ത് കുറച്ച് കളർ വ്യത്യാസമുണ്ട്. രണ്ടാമതിട്ട ഇതാണ്, അതിനകത്ത് നിറം കുറച്ച് കൂടുതലാണ്. ഇതാണ് മൂന്നാമതിട്ടത്, അതായത് ഏറ്റവും ഒടുവിലിട്ടത് ഇതാണ്. അപ്പോൾ അതിൻ്റെ നിറം, വെള്ളത്തിൻ്റെ നിറം, ശുദ്ധജലത്തിൻ്റെ നിറം വെള്ളത്തിൻ്റെ സാധാരണ നിറത്തിലേക്ക് വരികയാണ്. മറ്റേത് ആദ്യം ഇട്ടതൊക്കെ ഇപ്പോഴും ആ ചുമന്ന നിറത്തിന്, ചുമപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിന് നിൽക്കുകയാണ്. ഇതാണ് കുറച്ചുകൂടെ തെളിഞ്ഞു വരുന്നത്, വെള്ളം തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഈ വെള്ളം തെളിഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ആ മുളക് പൊടിയിൽ കളറില്ല, സുഡാൻ പോലെയോ റെഡ് ഓക്സൈഡ് പോലുള്ള കളർ ഇല്ലെന്നുള്ളതിനുള്ള ഒരു തെളിവാണിത്. ഇത് അല്പസമയം കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ അത് പൊടിയെല്ലാം താഴേക്ക് താഴുകയുള്ളൂ. ഇത് നമുക്ക് നോക്കാം, ഇതിൻ്റെ കളർ വ്യത്യാസം നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ വെള്ളം ഈ ഇട്ട മുളക് പൊടി അടിയാനുള്ളൊരു സമയം കൊടുത്തു, താഴെ അടിയാനുള്ള സമയം കൊടുത്ത് കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെള്ളം, തെളിഞ്ഞ വെള്ളം കാണുന്നത്. ഇതാണ് നമ്മുടെ ബ്ലെൻഡ്സിൻ്റെ ഹിമഗിരി വിപണിയിൽ അല്ലെങ്കിൽ വീടുകളിൽ ഡെലിവറി ചെയ്യുന്ന മുളക് പൊടി. കണ്ടോ, വെള്ളം തെളിഞ്ഞിരിക്കുന്നത് കണ്ടോ? ഇതിനകത്ത് കണ്ടോ, വെള്ളം ഇതുവരെ തെളിഞ്ഞിട്ടില്ല, നല്ല റെഡ് കളറുണ്ട്. ഇതിനകത്ത് കളറുണ്ടെന്ന് അർത്ഥം. ഇതൊരു ബ്രാൻഡ് 1 ആണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു മുളക് പൊടി പാക്കറ്റിൻ്റെ സാമ്പിളാണ്.
ഇത് മറ്റൊരു മുളക് പൊടി, വേറൊരു ബ്രാൻഡാണ്, ബ്രാൻഡ് 2. ഇതിനകത്ത് കണ്ടോ മഞ്ഞ നിറം കണ്ടോ? അപ്പോൾ ഇതിനകത്തും കുറച്ച് കളറുണ്ട്. ഇത് കണ്ടോ, ഈ വെള്ളം കണ്ടോ? ഇതിനകത്ത് കളറേ ഇല്ല, നല്ല ശുദ്ധമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പരീക്ഷണം. മുളക് പൊടിക്കകത്ത് കളർ ചേർത്തിട്ടുണ്ടോ, മാരകമായ കളർ ചേർത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ 2 എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാലക്രമേണ നമ്മുടെ ലിവറും കിഡ്നിയും നശിച്ചു പോകും. പുഴുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ വയർ അതിനെ ഡൈജസ്റ്റ് ചെയ്യും. പുഴു എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ സംയുക്തമാണ്. പക്ഷെ കെമിക്കൽ എന്ന് പറഞ്ഞാൽ വയറൊന്നും ചെയ്തില്ല, അത് അബ്സോർബ് ചെയ്ത് ബ്ലഡിലോട്ട് കൊടുക്കും. ബ്ലഡിൽ നിന്ന് അത് ലിവറും കിഡ്നിയുടെ ജോലിയും, ലിവറും കിഡ്നിയുമാണ് അതിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട് കളയും. അതുകൊണ്ട് ലിവറും കിഡ്നിയും ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. കാലക്രമേണ ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് 2 ഡൗൺ ആയിപ്പോവും, ഡയാലിസിസ് ആവും. 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ കിഡ്നി ഫുള്ളായിട്ട് ഡൗൺ ആയിപ്പോവും, നമ്മൾ സ്വർഗത്തിലോട്ട് പോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക ഏത് നിലവാരത്തിലുള്ള മുളക് വാങ്ങിക്കണമെന്നുള്ളത്. ഓക്കെ, ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ആ സമയ വ്യത്യാസത്തിൽ അറിയാം. ഇതാണ് നമ്മുടെ വിപണിയിലുള്ള മുളക് പൊടി, നമ്മൾ പൊടിച്ചുണ്ടാക്കുന്ന, കഴുകി പൊടിച്ച് ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മുളക് പൊടി. അപ്പോൾ ഇത് ശുദ്ധമായ മുളക് പൊടിയാണ്, നിറമൊന്നും ചേർത്തിട്ടുള്ളതല്ല. ഇത് നമ്മൾ നിറം ചേർത്തിട്ടില്ലെന്നുള്ളത് സർട്ടിഫിക്കേഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുമുണ്ട്. ഇത് അല്ലാതെ തന്നെ ലാബിൽ കെമിക്കൽ ടെസ്റ്റ് നടത്തി ഇതിനകത്ത് മായമൊന്നും ഇല്ലെന്നുള്ള കാര്യം നമ്മൾ തെളിഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് ഇന്നത്തെ മുളക് പൊടിയുടെ പരീക്ഷണം. ഓക്കെ.